ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് ആൻഡ്രോയിഡിൽ ഡേറ്റ് ആൻഡ് ടൈം പിക്കർ ഡയലോഗിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇപ്പോൾ ഫയലിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഫയലിൽ ന്യൂ പ്രൊജക്റ്റ്, അതിൽ ന്യൂ പ്രൊജക്റ്റ് സെലക്ട് ചെയ്യുക. ദെൻ എം ടി ആക്ടിവിറ്റി സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ പ്രൊജക്റ്റിൻ്റെ പേര് കൊടുക്കുകയാണ് ഡേറ്റ് ടൈം പിക്കർ എക്സാമ്പിൾ എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, ദെൻ നമ്മൾ ഫിനിഷ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമ്മൾ പ്രൊജക്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് മെയിനായിട്ട് രണ്ട് ഫയലുണ്ട്. ഒരു ആക്ടിവിറ്റി ഫയല്, ജാവ ഫയല്, അതേപോലെ ഒരു XML ഫയല് നമ്മൾ ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മളെ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഡിസൈൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആക്ടിവിറ്റി മെയിൻ ഡോട്ട് XML എടുത്തു. അത് നമ്മൾ സൂം ചെയ്തു കൺട്രോൾസ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിലുള്ള ഡിഫോൾട്ട് കൺട്രോൾ നമ്മൾ ഡിലീറ്റ് ചെയ്തു. ദെൻ നമ്മൾ എന്ത് ചെയ്യാണ്, നമുക്ക് രണ്ട് ടെക്സ്റ്റ് ഫീൽഡ് ഉണ്ട്, അതേപോലെ രണ്ട് ബട്ടണും കൊടുക്കുക. ഫസ്റ്റത്തെ ടെക്സ്റ്റ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത ഡേറ്റ് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതേപോലെ ഫസ്റ്റത്തെ ബട്ടൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡേറ്റ് സെലക്ട് ചെയ്യാനുള്ള ഒരു ബട്ടൺ, അഥവാ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡേറ്റ് പിക്ക് ചെയ്യാനുള്ളൊരു ഡേറ്റ് പിക്കർ വരണം. അതേപോലെ അത് രണ്ടും നമ്മൾ കൊടുത്തു. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ ടൈം സെലക്ട് ചെയ്തിട്ട് അത് ഡിസ്പ്ലേ ചെയ്യാനുള്ള ടെക്സ്റ്റ് ഫീൽഡ് നമ്മൾ കൊടുക്കുകയാണ്. അത് നമ്മൾ കൊടുത്തു. അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, ടൈം സെലക്ട് ചെയ്യാനുള്ള ടൈം പിക്കർ വരാനുള്ള ഒരു ബട്ടണും നമ്മൾ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇത്രയും കൊടുത്തു. ഇനി നമ്മൾ ചെയ്യുന്നത് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ID നമ്മൾ മാറ്റാൻ TXT ഡേറ്റ് കൊടുത്തു, ID ഫസ്റ്റത്തെ ടെക്സ്റ്റ് ഫീൽഡിന്. അതേപോലെ അതിൻ്റെ ടെക്സ്റ്റ് നമ്മൾ ഒഴിവാക്കുകയാണ്, അത് ഒഴിവാക്കി. ദെൻ നമ്മൾ അടുത്ത ബട്ടണ്ടത് BTN ഡേറ്റ് കൊടുത്തു, ഡേറ്റ് സെലക്ട് ചെയ്യാനുള്ള ബട്ടൺ ആയതുകൊണ്ട് അത് കൊടുത്തു. പിന്നെ അതിൻ്റെ ടെക്സ്റ്റ് നമ്മൾ സെലക്ട് ഡേറ്റ് എന്ന് പറഞ്ഞാണ് നമ്മൾ കൊടുത്തു കേട്ടോ, സെലക്ട് ഡേറ്റ്. ഓക്കെ, അത് കൊടുത്തു. പിന്നെ നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വിഡ്ത്ത് നമ്മൾ എന്ത് ചെയ്യുക, റാപ്പ് കണ്ടന്റ് കൊടുക്കുക. അഥവാ ടെക്സ്റ്റ് എത്ര സൈസ് ഉണ്ടോ അത്രയും സൈസിൽ വരാൻ വേണ്ടിയിട്ടാണത്. അപ്പോൾ അത് നമ്മൾ ചെയ്തു. ഇനി നമ്മൾ മൂന്നാമത്തെ കൺട്രോൾ എടുക്കുക. നമ്മൾ എന്ത് ചെയ്തു, ID നമുക്ക് മാറ്റണം, TXT ടൈം. ഓക്കെ, അത് കൊടുത്തു. അതേപോലെ അതിലുള്ള ടെക്സ്റ്റ് നമ്മൾ കളയാണ്, ടെക്സ്റ്റ് നമുക്ക് വേണ്ട. ഓക്കെ, ദെൻ നമ്മൾ ബട്ടൺ സെലക്ട് ചെയ്തു, BTN ടൈം അല്ലേ, BTN ടൈം കൊടുത്തു. അത് ഓക്കെ. അതിൻ്റെ ടെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, സെലക്ട് ടൈം. ഓക്കെ, അതേപോലെ അതിൻ്റെ വിഡ്ത്ത് എന്ത് ചെയ്യുക, വിഡ്ത്ത് നമുക്ക് റാപ്പ് കണ്ടന്റ് ഓക്കെ ഡിഫോൾട്ടായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ് നമുക്ക് അതിൽ കൺട്രോൾസ് ഇടാനുള്ളത്. ഇനി നമ്മൾ ബൈൻഡ് ചെയ്യണം. ഫസ്റ്റ് ടെക്സ്റ്റ് ഫീൽഡിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ലെഫ്റ്റ് കണക്ട് ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ ടോപ്പ് കണക്ട് ചെയ്യുക. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്തു, അപ്പോൾ അത് കണക്റ്റ് ആയി. അതേപോലെ നമ്മൾ ടെക്സ്റ്റ് ബട്ടൺ എന്ത് ചെയ്തു, ടോപ്പും റൈറ്റും നമ്മൾ ബൈൻഡ് ചെയ്യാണ്. അത് രണ്ടും ബൈൻഡ് ചെയ്തു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് രണ്ടും ഒരേ ഇതിലാണ് വരുന്നത്, ഒരേ ലൈനിലാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ബേസ് ലൈൻ സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കൺട്രോൾ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഷോ ബേസ് ലൈൻ ഉണ്ടാവും. ഓക്കെ, അത് സെലക്ട് ചെയ്ത് നമുക്ക് ഇങ്ങനത്തെ ഒരു സിമ്പിൾ വരും. അത് നമ്മൾ നേരെ ഡ്രാഗ് ചെയ്തിട്ട് ഇതിനോട് മാച്ച് ആക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കൺട്രോളും ഒരേ ലൈനിലാണ് വരിക. ഓക്കെ, ഇനി നമ്മൾ മൂന്നാമത്തെ കൺട്രോൾ ചെയ്യാണ്. നമ്മൾ സെലക്ട് ചെയ്തു, അതിന് ബൈൻഡ് ചെയ്യുക. ഈ ബൈൻഡിങ് നമ്മൾ ഇതിൻ്റെ ലെഫ്റ്റ് ബൈൻഡിങ് നമ്മൾ നേരെ ഈ കൺട്രോളിലേക്ക് കൊടുത്താൽ മതി. ഓക്കെ, നമ്മൾ ആ ടെക്സ്റ്റ് ഫീൽഡ് കൺട്രോളിലേക്ക്. അതേപോലെ ഇതിൻ്റെ റൈറ്റ് ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഈ ടെക്സ്റ്റ് ഫീൽഡിലേക്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് സെലക്ട് ചെയ്യുക. അതേപോലെ ഈ ബട്ടൻ്റെ ലെഫ്റ്റ് എന്ത് ചെയ്യുക, ഈ ബട്ടൻ്റെ ലെഫ്റ്റിലേക്ക് കൊടുക്കുക. ഓക്കെ, അതേപോലെ റൈറ്റ് ഈ ബട്ടൻ്റെ റൈറ്റിലേക്കും കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇതിൻ്റെ റൈറ്റിലേക്ക് കൊടുക്കുക, വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മൾ ചെയ്തത്. ഇനി എന്ത് ചെയ്യുക, ഈ ടെക്സ്റ്റ് ഫീൽഡിൻ്റെ ബോട്ടം നമ്മൾ കൊടുക്കുക, അതേപോലെ ഈ ബട്ടൻ്റെ ബോട്ടം നമ്മൾ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഡിസൈനിൽ ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് കോഡിംഗ് പാർട്ടാണ്. അപ്പോൾ കൺട്രോൾസ് ഒക്കെ നമ്മൾ ഡിസൈൻ ചെയ്തു, സ്ക്രീന് കിട്ടി. ഇനി നമ്മൾ കോഡിങ്ങിലേക്ക് വരാം. അപ്പോൾ മെയിൻ ആക്ടിവിറ്റി. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഈ 4 കൺട്രോളും അല്ലേ, നമുക്ക് 4 കൺട്രോളുണ്ട്, 2 ടെക്സ്റ്റ് ഫീൽഡ് ഉണ്ട്, അതേപോലെ 2 ബട്ടൺ ഉണ്ട്. ആ 4 കൺട്രോളിനെയും ആക്സസ് ചെയ്യാനുള്ള 4 ഒബ്ജക്റ്റുകൾ നമ്മൾ ഉണ്ടാക്കണം അല്ലേ. അപ്പോൾ നമുക്ക് 2 ബട്ടൺ ഉണ്ട്. ഫസ്റ്റ് ബട്ടൺ എന്ന് പറഞ്ഞാൽ BTN ഡേറ്റ് പിക്കർ, രണ്ടാമത്തെ ബട്ടൺ BTN ടൈം പിക്കർ. അതേപോലെ 2 ഡേറ്റ് കാണിച്ചു കൊടുക്കാനുള്ള ഒരു എഡിറ്റ് ടെക്സ്റ്റ് ഉണ്ട്, അതേപോലെ ടൈം സെലക്ട് ചെയ്ത ടൈം കാണിച്ചു കൊടുക്കാനുള്ള ഒരു എഡിറ്റ് ടെക്സ്റ്റ് ഉണ്ട്. അത് രണ്ടും നമ്മൾ കൊടുത്തു. പിന്നെ നമുക്ക് ഇയറും മന്തും ഡേയും അവറും മിനിറ്റും സ്റ്റോർ ചെയ്യാനുള്ള 3 വേരിയബിൾസ് നമ്മൾ എന്ത് ചെയ്തു, ക്രിയേറ്റ് ചെയ്തു.
ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഡയലോഗ് ആണ്. ഡയലോഗ് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആൻഡ്രോയിഡിൽ നമുക്ക് മെയിനായിട്ട് ഇംപ്ലിമെന്റ്സ് വ്യൂ ഡോട്ട് ഓൺ ക്ലിക്ക് ലിസ്ണർ എന്ന് പറഞ്ഞിട്ടുള്ള ലിസ്ണർ നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ എന്ത് ചെയ്യണം, ഇംപ്ലിമെന്റ് ചെയ്യണം. നമ്മൾ ഈ പ്രോജക്റ്റിലേക്ക് എന്ത് ചെയ്യണം, അത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, അത് കൊടുക്കുക, ഇംപ്ലിമെന്റ്സ് വ്യൂ ഡോട്ട് ഓൺ ക്ലിക്ക് ലിസ്ണർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിന് നമ്മൾ എന്ത് ചെയ്തു, വ്യൂ ഇമ്പോർട്ട് ചെയ്യണമെന്ന് ചോദിക്കും, അത് നമ്മൾ എന്ത് ചെയ്യുക, ഓക്കെ അടിക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ചെയ്യുക. ഇനി നമ്മൾ ഇതിൻ്റെ ഓൺ ക്ലിക്ക് ഇവന്റ് നമ്മൾ എന്ത് ചെയ്യണം, ഈ ക്ലാസ്സിൽ നമ്മൾ കൊടുക്കണം. അതാണ് ഈ എറർ. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ എറർ മാറും. ഓക്കെ, അപ്പോൾ നമുക്ക് അത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഓവർറൈഡ് ഓൺ ക്ലിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മെത്തേഡ് ഉണ്ട്, അത് നമുക്ക് കൊടുക്കണം. അത് നമ്മൾ കൊടുക്കുക. ഓക്കെ, അത് നമ്മൾ കൊടുക്കുകയാണ്. ഓൺ ക്ലിക്ക് ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, പേസ്റ്റ് ചെയ്ത് കൊടുത്തു. ഇമ്പോർട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇമ്പോർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ അതാണ് അതിൽ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഓൺ ക്ലിക്ക് ലിസ്റ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എറർ മാറി. ഓക്കെ, ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഓൺ ക്ലിക്കിലേക്ക് നമുക്ക് വരാം, അത് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ 4 കൺട്രോളിനും എന്ത് ചെയ്യണം, ഫൈൻഡ് വ്യൂ ബൈ ഐ ഡി വെച്ചിട്ട് നമ്മൾ ആക്സസ് ചെയ്യണം അല്ലേ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നോക്കാം. ഫൈൻഡ് വ്യൂ ബൈ ഐ ഡി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അതിനെ ആക്സസ് ചെയ്യണം, ആ കൺട്രോൾസിനെ. ഇതാണ് ഫസ്റ്റ് എന്ത് ചെയ്തു, ബി ടി എൻ ഡേറ്റ് പിക്കർ. ഓക്കെ, നമ്മൾ ഇവിടുത്തെ ഐ ഡി നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ബി ടി എൻ ഡേറ്റ് പിക്കർ ഈക്വൽ ടു ബി ടി എൻ ഡേറ്റ്. ഓക്കെ, നമ്മൾ ഐ ഡി നമ്മൾ ഡേറ്റ് എന്നാണ് കൊടുത്തത്, ബി ടി എൻ ഡേറ്റ് ആണ്. അതേപോലെ നെക്സ്റ്റ് ടൈം പിക്കറിൻ്റെത് ബി ടി എൻ ടൈമാണ് നമ്മൾ ഐ ഡി കൊടുത്തത് XML. അപ്പോൾ അത് കൊടുത്തു. അതേപോലെ TXT ഡേറ്റ് ആണ് നമ്മൾ കൊടുത്തത്. അതേപോലെ TXT ടൈമാണ് നമ്മൾ കൊടുത്തത്. ഓക്കെ, അത് 4 നമ്മൾ എന്ത് ചെയ്തു, അങ്ങനെ കൊടുത്തു. അപ്പോൾ ഫൈൻഡ് വ്യൂ ബൈ ഐ ഡി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആ ഓരോ കൺട്രോളിലേക്കും നമ്മൾ കണക്ട് ചെയ്തു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ 2 ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴും, ഒന്ന് ടൈമും ഒന്ന് ഡേറ്റിനുള്ള ബട്ടൺസ് ആണ്. ആ 2 ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴും നമുക്ക് ആ ക്ലിക്ക് ഇവന്റ് കിട്ടണം. ഓക്കെ, അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം, ബി ടി എൻ ഡേറ്റ് പിക്കർ ഡോട്ട് സെറ്റ് ഓൺ ക്ലിക്ക് ലിസ്ണർ ഓഫ് ദിസ്. അഥവാ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലിക്ക് ലിസ്ണർ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബട്ടൺ ക്ലിക്ക് ഇവന്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ലൈൻ കോഡ് എഴുതണം. അതേപോലെ ടൈം പിക്കറിന്റെ ബട്ടണും എന്ത് ചെയ്യണം, സെറ്റ് ഓൺ ക്ലിക്ക് ലിസ്ണർ എന്ന് പറഞ്ഞിട്ടുള്ള അത് നമ്മൾ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ ഓൺ ക്രിയേറ്റിൽ ഇനീഷ്യലൈസേഷൻ സ്റ്റെപ്പ് ആയിട്ടുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യാം, നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഓൺ ക്ലിക്ക് ലിസ്ണർ. അഥവാ ഈ ബട്ടണുമ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ, ഏതെങ്കിലും ഒരു ബട്ടണുമ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഇവന്റിലേക്ക് വരും. ഓക്കെ, അപ്പോൾ ഈ ഇവന്റിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ ബി ടി എൻ ഡേറ്റ് പിക്കർ എന്ന് പറഞ്ഞ ബട്ടൺമേലാണോ ക്ലിക്ക് ചെയ്തിട്ടുള്ളതെന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഈ വി ഈക്വൽ ടു ബി ടി എൻ ഡേറ്റ് പിക്കർ. ഓക്കെ, അപ്പോൾ ആ ബി ടി എൻ ഡേറ്റ് പിക്കറിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഇവന്റിലേക്ക് വരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മളെ കറണ്ട് ഡേറ്റ് അഥവാ കലണ്ടർ എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട് ആൻഡ്രോയിഡിൽ. അപ്പോൾ നമുക്ക് ആ കലണ്ടറിൻ്റെ ഒരു ഇൻസ്റ്റൻസ് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്തു, അതിൻ്റെ ഇയർ നമ്മൾ എടുത്തു, മന്ത് നമ്മൾ എടുത്തു, അതേപോലെ ഡേ നമ്മൾ എടുത്തു, ഏതാണ് ഡേറ്റ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആ 3 സംഭവം എന്ത് ചെയ്യും, നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ഡേറ്റ് പിക്കർ ഡയലോഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗ് ഉണ്ട് ആൻഡ്രോയിഡിൽ, ഡേറ്റ് പിക്കർ ഡയലോഗ്. ആ ഡയലോഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഡേറ്റ് സെലക്ട് ചെയ്യാനുള്ള ഒരു കലണ്ടർ നമുക്ക് കാണിച്ചു തരും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കൊടുക്കണം. ഡേറ്റ് പിക്കർ ഡയലോഗ് ഒബ്ജക്റ്റ് നെയിം ഈക്വൽ ടു ന്യൂ ഡേറ്റ് പിക്കർ ഡയലോഗ് ഓഫ്, എവിടെയാണ് നമുക്ക് വരേണ്ടത്, ഈ ആക്ടിവിറ്റിയിലാണ്, അതുകൊണ്ട് ദിസ് കൊടുത്താൽ മതി. പിന്നെ എന്ത് ചെയ്യുക, അതിന് ഇയർ ഉണ്ട്, അതേപോലെ മന്ത് ഉണ്ട്, അതേപോലെ ഡേ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഓൺ ഡേറ്റ് സെറ്റ് എന്ന് പറഞ്ഞ മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, TXT ഡേറ്റ് ഡോട്ട് സെറ്റ് ടെക്സ്റ്റ് ഓഫ് എന്ന് പറഞ്ഞാണ്ട് ഡേറ്റ് സെലക്ട് ചെയ്ത ഡേറ്റ്, അതേപോലെ മന്ത് +1 കൊടുക്കണേ. മന്ത് ഒന്ന് കുറഞ്ഞിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പോൾ +1 കൊടുത്താൽ മന്ത് കിട്ടും, അതേപോലെ ഇയറും കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഡേറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ആ സെലക്ട് ചെയ്ത ഡേറ്റ് എന്ത് ചെയ്യും, നമ്മൾ ആ ഡേറ്റിൻ്റെ ടെക്സ്റ്റ് ഫീൽഡിലേക്ക് എന്ത് ചെയ്യും, സെറ്റ് ചെയ്തോളും. അതിനുള്ള കോഡാണിത്. ഓക്കെ, പിന്നെ എന്ത് ചെയ്യാം, ഇതിൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് നമുക്ക് ഇയറും മന്തും ഡേയും ആയിട്ട് നമ്മൾ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആ ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാനാണ് ഇത്രയും പാർട്ട്. പിന്നെ ആ ഒബ്ജക്റ്റ്, ആ കലണ്ടർ നമുക്ക് ഷോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത്, ഡേറ്റ് പിക്കർ ഡയലോഗ് ഡോട്ട് ഷോ എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ്, അത് ഷോ ചെയ്യാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ശരിക്കും എന്ത്, നമുക്ക് ഈ ഡേറ്റ് ചൂസ് ചെയ്യാനുള്ള കോഡ്. ഒന്നുമില്ല, ജസ്റ്റ് കലണ്ടർ എടുത്തു, അതിൻ്റെ കറണ്ട് ഇയർ മന്ത് ഡേ ഒക്കെ കൊടുത്തു, പിന്നെ ഡേറ്റ് പിക്കർ ഡയലോഗ് എടുത്തു. ഡേറ്റ് പിക്കർ ഡയലോഗ് എന്ന് പറഞ്ഞാൽ അത് ഡേറ്റ് പിക്കർ ഡയലോഗ് ഡോട്ട് ഷോ എന്ന് പറഞ്ഞു കൊടുത്താൽ നമുക്ക് ആ കലണ്ടർ കിട്ടും. അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരു ഡേറ്റ് എന്ത് ചെയ്യും, നമ്മുടെ ഡേറ്റ് ടെക്സ്റ്റ് ഫീൽഡിലേക്ക് എന്ത് ചെയ്യും, നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഈ TXT ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് കൊടുത്തത്. ഓക്കെ, ഇനി നമുക്ക് ക്ലിക്ക് ചെയ്യുന്നത് ടൈം പിക്കറുമാണെങ്കിലോ,
ടൈം പിക്കറുമാണ് നമ്മൾ ക്ലിക്ക് ചെയ്തെങ്കിൽ എന്ത് ചെയ്യും, ഈ ഒരു ഇവന്റിലേക്ക് വരും. ഇഫ് വി ഈക്വൽ ടു BTN ടൈം പിക്കർ അല്ലേ. ആ ടൈമിൽ നമ്മൾ എന്ത് ചെയ്തു, കലണ്ടർ ഇൻസ്റ്റൻസ് എടുത്തിട്ട് നമുക്ക് ഹവറും മിനിറ്റും മതി അല്ലേ, അഥവാ നമുക്ക് ടൈമാണ് അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, അവർ എടുത്തു വെച്ചു, അതേപോലെ മിനിറ്റ് എടുത്തു വെച്ചു. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ടൈം പിക്കർ ഡയലോഗ് ഉണ്ട്. നേരത്തെ നമ്മൾ ഡേറ്റ് പിക്കർ ഡയലോഗ് ആണ് എടുത്തത്, അതേപോലെ നമുക്ക് ടൈം പിക്കർ ഡയലോഗ് ഉണ്ട്. ആ ടൈം പിക്കർ ഡയലോഗ് ഈക്വൽ ടു ഒബ്ജക്റ്റ് നെയിം ഈക്വൽ ടു ന്യൂ ടൈം പിക്കർ ഡയലോഗ് ഓഫ് ദിസ്. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്ന് ടൈം നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മളെ ആ ടെക്സ്റ്റ് ഫീൽഡിലേക്ക് എന്ത് ചെയ്യണം, ആ ടൈം സെറ്റ് ആവണം, ഹവറും മിനിറ്റും. ഓക്കെ, ഇനി ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അത് കാണാൻ ആ ടൈം പിക്ക്, ആ പിക്കർ ലോഡ് ചെയ്ത് വരാൻ കാണാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഷോ എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ വരുന്നത്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ചെയ്തത് ഒരു കലണ്ടർ ലോഡ് ചെയ്യിക്കുക, ഡേറ്റ് നമുക്ക് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക കലണ്ടർ യൂസ് ചെയ്തിട്ട്, അതേപോലെ ടൈം പിക്കർ ഡയലോഗ് യൂസ് ചെയ്തിട്ട് ടൈമും നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാൻ പറ്റും. ആ സെലക്ട് ചെയ്ത് കറസ്പോണ്ടിങ് ടെക്സ്റ്റ് ഫീൽഡുകളിൽ ലോഡ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വന്നിട്ടുണ്ട് സെലക്ട് ഡേറ്റ്, നമ്മൾ സെലക്ട് ചെയ്യുക, ക്ലിക്ക് ചെയ്യണ ബട്ടണുമേ. അപ്പോൾ ഇത് കണ്ടോ, നമുക്ക് കലണ്ടർ ലോഡ് ചെയ്തു. നമ്മൾ ഇതെടുത്തിട്ട് ഇന്നത്തെ ഡേറ്റ് ഇതാണ്, അതെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ അടിച്ചാൽ നമുക്ക് ആ സെലക്ട് ചെയ്ത ഡേറ്റ് നമ്മുടെ ടെക്സ്റ്റ് ഫീൽഡിൽ വരും. ഓക്കെ, ഇവിടെ എത്തിയിട്ടുണ്ട്. അതേപോലെ ടൈം നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ 12 മണി ആണ് നമുക്ക് ടൈം നമ്മൾ കൊടുത്ത്. അപ്പോൾ എന്നിട്ട് ഓക്കെ അടിക്കുക. അപ്പോൾ നമുക്ക് ആ ടൈം, നമ്മൾ ആ ടൈമിൻ്റെ ടെക്സ്റ്റ് ഫീൽഡിൽ നമുക്ക് ലോഡായിട്ട് കിട്ടും. ഓക്കെ, ഇതാണിപ്പോൾ നമ്മൾ ഈ ഒരു പ്രോഗ്രാം. അപ്പോൾ ഡേറ്റിൻ്റെയും അതേപോലെ ടൈമിൻ്റെയും ഡയലോഗിൻ്റെ എക്സാമ്പിൾ ഇതാണ്. ഇനി എന്ത് ചെയ്യുക, നിങ്ങൾ ഈ വീഡിയോ കാണുക, എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോൻ്റെ അണ്ടറിൽ കമൻറ്റ് ചെയ്യുക. എന്തായാലും എല്ലാ ഡൗട്ടുകളും നമ്മൾ ക്ലിയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഓക്കെ, ഈ വീഡിയോ കണ്ടതിൽ എല്ലാവർക്കും താങ്ക് യു.